സെയ്ദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു ഒരു യഹൂദിയായിരുന്നു. ആ സെയ്ദ് യഹൂദിയായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആദ്യം ഒരു യഹൂദിയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പൂർവകാല ഗ്രന്ഥങ്ങളിൽ കണ്ട ലക്ഷണങ്ങൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നു. ലക്ഷണങ്ങളെല്ലാം പ്രകടമായി കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് സെയ്ദ് ഇബ്നു സഅന ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കണോ ഒരു സംഭവം? ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പൂർവകാലങ്ങളിലുള്ള തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ലക്ഷണങ്ങളൊക്കെ ഈ നബിയാണെന്ന് പറഞ്ഞു വന്ന ആൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് പോയി മുഖം ഒന്ന് നന്നായി നോക്കി. വല്ലാത്തൊരു മുഖം, അവിടുത്തെ മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് വല്ലാത്ത പ്രകാശമുള്ള മുഖമാണെന്ന് സഹാബത്ത് വിവരിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ബഹുമാനം പറയാനുമാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചവർ അധ്വാനിച്ചത് അതിനാണ്. ആ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. മുഖത്തുകൂടി സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുവെന്ന് തോന്നും. ആ രൂപത്തിലുള്ള വല്ലാത്ത പ്രകാശമുള്ള മുഖം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്ന് ഞാൻ നന്നായി ആ ശരീരമൊന്ന് നോക്കിയപ്പോൾ അതാ ഇന്നഹു ലം യബ്ഖ മിൻ അലാമാത്തിൻ നുബുവത്തി ശൈഉൻ ഇല്ലാ വഖദ് അറഫ്തുഹു ഫീ വജ്ഹി മുഹമ്മദിൻ ഹീന നദർതു ഇലൈഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ നബിയാണെന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. എല്ലാ ലക്ഷണവും തികഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കാര്യം എനിക്ക് കാണാൻ സാധിച്ചില്ല. രണ്ട് കാര്യം ഞാൻ കാണുന്നില്ല. എന്താ കാണാത്തത്? അത് കാണുന്ന സംഗതിയല്ല, അത് അനുഭവിക്കേണ്ട സംഗതിയാണ്. കാണുന്ന സംഗതിയല്ലേ കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ, അത് അനുഭവിക്കേണ്ട കാര്യമാണ്. അതെന്താണത്? പൂർവകാല ഗ്രന്ഥങ്ങളിൽ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്.